വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനം ഈശോ പഠിപ്പിക്കുകയാണ്, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. 13-ാം വചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, നാം ഭൂമിയുടെ ഉപ്പാണ്. എന്താണ് ഭൂമിയുടെ ഉപ്പ് എന്ന് വെച്ചാൽ, ഉപ്പ് ഈ ഭൂമിയിലെ വളരെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. ഭക്ഷണവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനും സ്വാദു വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യത്തിനുമെല്ലാം ഉപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ അതിന് ഉറകട്ട് പോയാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി തീരണം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ വളരെ വിലയുള്ളതായി തീരണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു. എന്നാൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ഒരു പ്രയോജനമില്ലാത്ത ജീവിതങ്ങളായി മാറും എന്ന് ഈശോ ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. വചനം 14 ഈശോ പഠിപ്പിക്കുകയാണ്, നാം ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്താണ് പ്രകാശം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ യോഹന്നാന് ശേഷം 8:11 ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. എന്ന് വെച്ചാൽ ഈശോയാണ് നമ്മെ പാപത്തിൻ്റെയും അജ്ഞതയുടെയും മാർഗത്തിൽ നിന്ന് രക്ഷിച്ച് സത്യത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെ നയിച്ച് നിത്യജീവനിലേക്കും നിത്യരക്ഷയിലേക്കും നമ്മെ നയിക്കാനായി ഈ ലോകത്തിലേക്ക് ഇറക്കി വന്ന പ്രകാശമായ നമ്മുടെ രക്ഷകനായ ദൈവം. നാം ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ, പ്രകാശമായ ഈശോ വിശ്വസിച്ച് ഈശോയുടെ മാർഗത്തിലൂടെ ചിരിച്ച്, അതായത് സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും വേഗത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധാപൂർവ്വം നിർവഹിച്ച് ഈ ലോകത്തിന് പ്രകാശത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നല്ല കൃപയ്ക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ബൈബിൾ വെളിച്ചത്തെ, പ്രകാശത്തെ, സത്യം, അറിവ്, നന്മ, നിത്യജീവിതം എന്നിവയുടെ പ്രതീകമായാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇരുട്ടിനെ പാപത്തിൻ്റെയും അജ്ഞതയുടെയും ദൈവത്തിൽ നിന്നുള്ള വേർപാടിൻ്റെയും പ്രതിനിധീകരിക്കുന്നു. നാം ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത, ആഗ്രഹങ്ങൾ, സംസാര രീതി, മറ്റുള്ളവരെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രീതി, പെരുമാറ്റം, പ്രവൃത്തികൾ ഇവയെല്ലാം ദൈവഹിതപ്രകാരം നല്ല രീതിയിലായി തീരാൻ നാം പരിശ്രമിക്കണം. ആളെ കൃപയ്ക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. തെറ്റുകൾ പറ്റിയാൽ വിശുദ്ധ കുംസാരത്തിലൂടെ നമ്മെ ശുദ്ധീകരിക്കുകയും പാപമാർഗം ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാനയുടെ പാപമോചനം സ്വീകരിച്ച് സന്മാർഗത്തിലൂടെ ചരിച്ച് നിത്യരക്ഷയാകുന്ന പ്രകാശത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കാൻ നാം പരിശ്രമിക്കണം. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ലാത്തതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുവാനും പ്രകാശത്തിൻ്റെ മാർഗം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈശോ വസിക്കുന്ന നാം ഓരോരുത്തരും. അതിനെ മറച്ചു വയ്ക്കുക സാധ്യമല്ലാത്തതുപോലെ നാമും നമ്മിൽ നിന്നുള്ള പ്രകാശം, നന്മകൾ മറച്ചു വയ്ക്കാൻ സാധ്യമല്ല എന്ന് ഈശോ വചനത്തിൽ വെളിപ്പെടുത്തുന്നു. വിളക്ക് കൊളുത്തി പീഠത്തമേ വയ്ക്കുമ്പോൾ ഭവനത്തിൽ എല്ലാവർക്കും അത് പ്രകാശം നൽകുന്ന പോലെ നമ്മുടെ ജീവിതങ്ങൾ, സൽപ്രവൃത്തികൾ മറച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് പ്രകാശമായി, അങ്ങനെ മറ്റുള്ളവർ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്താൻ തക്ക വിധം നമ്മളെ വെളിച്ചം, സൽപ്രവൃത്തികൾ, നിത്യജീവിതത്തിലേക്ക് മാർഗം, അതുപോലെ നന്മ, സ്നേഹം മറ്റുള്ളവന് മുമ്പിൽ പ്രകാശിക്കണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ പഠിപ്പിക്കുന്ന പോലെ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി നമ്മുടെ പ്രകാശമായ ഈശോയുടെ മക്കളായി മാറാനുള്ള കൃപയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.